ഹോസ്റ്റലിൽ നിന്നൊരു വീഡിയോ കേട്ടോ. കുറേ നാളെ കഴിഞ്ഞാൽ ഒരു സാധനം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, പക്ഷേ ഈ ഒരു നൈറ്റ് സമയത്ത് ഇത് എവിടെയും അവൈലബിൾ അല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഹോസ്റ്റൽ റൂമിൽ ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ ഞാൻ ഇന്നത് ട്രൈ ചെയ്തു ഗൈസ്. നിങ്ങൾക്കൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാം എന്താ ഉണ്ടാക്കിയത്. ഗൈസ്, ഇതാണ് എൻ്റെ കെറ്റിൽ. ഇവനാണ് കേട്ടോ ഇന്നത്തെ താരം. ഇതിലെന്താ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിക്കാമേ. ഇതാ കണ്ടോ, വേറെ ഒന്നുമല്ല, നല്ല കപ്പയാണ്. ഞാൻ വരുന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇതിൽ ഞങ്ങളുടെ നാട്ടിലിങ്ങനെ വലിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് വെറുതെ ഉപ്പിട്ട് കഴിക്കുന്നതിന് ചെണ്ടം പുഴുങ്ങാന്നാണ് പറയാം. ഇന്ന് ഹോസ്റ്റലിൽ നല്ല മീൻകറിയായിരുന്നേ, അപ്പം ഞാൻ വിചാരിച്ച് കപ്പയും കൂട്ടി കഴിക്കാമെന്ന്. നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് സമയം എടുത്തു, കാരണം കെറ്റിലല്ലേ അതുകൊണ്ട്. പക്ഷേ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. നല്ല കപ്പയും നല്ല മുളകിട്ട അയലക്കറിയാണ്. ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഈ കപ്പ വേകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ ക്രാഫ്റ്റും കൂടെ ചെയ്തായിരുന്നേ, അതും കൂടെ നിങ്ങളെ കാണിക്കാം. നമ്മുടെ ചുമരിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ചെറിയ ക്രാഫ്റ്റ് ഗൈസ്. അപ്പോൾ കപ്പ വേവുന്ന സമയം കൊണ്ട് ഞാൻ ചെയ്ത സിമ്പിളായിട്ടൊരു ആർട്ടാണ് ഇത്. ട്രൈബൽ ആർട്ടാണ്, അത്ര വലിയ സംഭവമൊന്നുമല്ല. സിമ്പിളായിട്ട് നമ്മുടെ എംറ്റി ആയിട്ട് കിടക്കുന്ന വാളുകളെയൊക്കെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഇത് ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ കുറച്ച് മിറേഴ്സും സ്റ്റോൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലും പഴയ ഒരു കാർഡ്ബോർഡിന്റെ ഒരു പീസ് എടുത്തിട്ട് അതിലാണ് ഈ ചിത്രം കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ പുറകിൽ ഒരു കയറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുവരിൽ തൂക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാട്ടോ വരിക. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സമയം പോവാനും അതുപോലെ തന്നെ നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ പെയിന്റിംഗ് ഒക്കെ ചെയ്തു നോക്കുന്നത് നല്ലതാണ്.